നമ്മളൊരു കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു CME നടത്തുന്നുണ്ട്. കോൺട്രസ്റ്റ് ഹോസ്പിറ്റൽ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, തലശ്ശേരിയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 20 കൊല്ലമായി. ആദ്യം നമ്മളൊരു സിറ്റി സെന്ററിന്റെ ബിൽഡിങ്ങിലായിരുന്നു. കഴിഞ്ഞ 2024 തൊട്ടിട്ട് ഞങ്ങളത് ഒരു 75,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിങ്ങിലോട്ട് മാറിയിട്ടുണ്ട്. അത് കതിരൂർ 3-ാം മൈലിലാണ്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. എല്ലാ സബ് സ്പെഷ്യാലിറ്റീസും ഉണ്ട്. നമ്മളൊരു 15 ഡോക്ടേഴ്സ് അവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് ചാരിറ്റബിൾ ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മളത് എല്ലാ മാസവും ക്യാമ്പുകൾ നടത്തും. പിന്നെ ഫൈനാൻഷ്യലി പുറകോട്ടുള്ള ആൾക്കാർക്കൊക്കെ ഫ്രീ ആയിട്ട് തിമിര ശസ്ത്രക്രിയ നടത്തി കൊടുക്കാറുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും വെച്ചിട്ടുള്ള ഒരു CME ആണ് നമ്മൾ നടത്തുന്നത്. മെയ് 17-നാണ് കോൺഫറൻസ് നടത്തുന്നത്. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം ഉള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സമ്മേളനമായിരിക്കും. ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണൽ വെച്ചിട്ട് നടത്തുന്നു. രാവിലെ തൊട്ടതൊരു ഫുൾ ഡേ CME ആണ്. മെയ് 17 രാവിലെ ഒരു 8:30 തുടങ്ങി വൈകുന്നേരം ഒരു 3:30 വരെ ഉണ്ട്. പിന്നെ നമ്മൾ അതിൽ എല്ലാ കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട് സർജറീസിനകത്ത് ഉണ്ടാകുന്ന കോമൺ ആയിട്ട് ഉണ്ടാകുന്ന കണ്ടീഷൻസ് അതെങ്ങനെ ഡീൽ ചെയ്യും, കോംപ്ലിക്കേറ്റ് കേസ് പ്രസന്റേഷൻസും കാണും. ഈ വരുന്ന ഡോക്ടേഴ്സിന് അവർ കണ്ടിട്ടുള്ള സങ്കീർണമായിട്ടുള്ള സർജറികൾ അതിൻ്റെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതിൻ്റെ, അതെങ്ങനെ നമുക്ക് ഇപ്പം ജൂനിയർ ഡോക്ടേഴ്സിനാണെങ്കിലും എങ്ങനെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം, അങ്ങനെയുള്ള ഒരിതാണ്. പിന്നെ ഓർഗനൈസിംഗ് സെക്രട്ടറി സംസാരിക്കും. ഇത് കൂടാതെ പുതിയതായിട്ട് നമ്മുടെ AI ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ രോഗങ്ങൾ ഡിറ്റക്ട് ചെയ്യാമെന്നും അതിൻ്റെ ആപ്ലിക്കേഷനെ പറ്റി ഒരു ടോക്ക് ഗോപാൽ സാറിന് തരുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ കുട്ടികളുടെ വിഭാഗത്തുനിന്നും അതല്ലാതെ റെറ്റിന വിഭാഗം, അങ്ങനെ എല്ലാ വിഭാഗവും സമാഹരിച്ചാണ് ഈ ഒരു പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ബേസിക്കലി ടാർഗറ്റ് ചെയ്യുന്നത് ജനറൽ ഒഫ്താൽമോളജിസ്റ്റിനെയും അതല്ലാതെ ഈ സ്പെഷ്യാലിറ്റി ഫോക്കസ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കും ഒരുപോലെ ഉപയോഗപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് നമ്മുടെ നോളജ് ഒന്ന് എൻറിച്ച് ചെയ്യാനും, അതുകൂടാതെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂവർ ഡെവലപ്മെന്റ്സിനെ പറ്റി എല്ലാവരെയും ഒന്ന് ബോധവൽക്കരിക്കുക എന്നുള്ള പ്ലാനിലാണ് ഇപ്പം ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വി ആർ എക്സ്പെക്ടിങ് അറൌണ്ട് ഒരു 150 പാർട്ടിസിപ്പൻസ്. ഐ ഹോപ്പ് ഇത് എല്ലാവർക്കും ബെനിഫിറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പല സബ് സ്പെഷ്യാലിറ്റീസ് ചെയ്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും പല വിഭാഗത്തിൽ നിന്നും ആൾക്കാർ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ കേരള സൊസൈറ്റി